ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാപ്പന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഇന്ന് രാത്രി സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ചും അവിടെ തന്നെ നാളെ OTT വഴി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളെ കുറിച്ചൊക്കെയാണ്. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സ് ഉൾക്കാട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കുഞ്ചാക്കോ ബോബൻ അതോടൊപ്പം തന്നെ സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിന്റെ ഏറ്റവും പുതിയ മലയാള ചിത്രമായ ഗർ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹോട്ട്സ്റ്റാർ വഴി ഗർ എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. മലയാളത്തോടൊപ്പം തന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷകളുടെ ആയിട്ടാണ് ഗർ എന്ന് പറയുന്ന സിനിമ റിലീസ് എത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് എത്താൻ സിനിമ ഏതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് വരും ദിവസങ്ങൾ വഴി OTT വഴി റിലീസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ച് നോക്കുകയാണ്. നമ്മുടെ ധനുഷ് കേന്ദ്ര കഥാപാത്രത്തെ ഏറ്റവും പുതിയ തമിഴ് ചിത്രമായിരുന്നു രായൻ എന്ന് പറയുന്ന സിനിമ. ഏകദേശം 150 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഇപ്പോഴും വിജയകരമായിട്ട് പ്രദർശനം തുടങ്ങുന്ന ഈ സിനിമയുടെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസും സൺനെക്സും സ്വന്തമാക്കിയെന്ന് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. നാളെ മിഡ് നൈറ്റോടുകൂടി ഈ സിനിമ OTT വഴി റിലീസ് ആരംഭിക്കുന്നതായിരിക്കും. തമിഴിന് പുറമെ മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളുടെ ആയിട്ട് നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ വരുന്ന ദിവസങ്ങളായിട്ട് OTT വഴി റിലീസിനെത്താൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ നിന്ന് സ്വകാര്യ സംഭവപകരം എന്ന് പറയുന്ന മറ്റൊരു മലയാള സിനിമ കൂടി ഈ നാളെ മിഡ് നൈറ്റ്, അതായത് 23-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. മനോരമ മാക്സ് ആണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് മനോരമ മാക്സ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇപ്പൊ അറിയാൻ സാധിക്കുന്ന പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമയുടെ OTT അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ദിലീപിനെ കേന്ദ്ര കഥാപാത്രയ്ക്ക് വിനീത് അണിയിച്ചൊരുക്കിയ ചിത്രമാണ് പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമ. നിലവിൽ ദിലീപിന്റേതായിട്ട് പുറത്തിറങ്ങിയ ചിത്രങ്ങളെ മികച്ച അഭിപ്രായം നേടിയ പവിയുടെ OTT റൈറ്റ്സ് എല്ലാം തന്നെ മനോരമ മാക്സ് സ്വന്തമാക്കി നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. മനോരമ മാക്സ് ഈ സിനിമയിൽ ഓണം സ്പെഷ്യലായിട്ട് സെപ്റ്റംബർ മാസം ആദ്യത്തോടു കൂടി മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ അറിയാൻ സാധിക്കുക. ഡേറ്റ് കൺഫേം ആയിട്ടില്ല. ഡേറ്റ് കൺഫേം ആയിട്ട് വരുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ വീഡിയോ ഭാഗത്ത് അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ ടോവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി രാജ് ജൂനിയർ അണിയിച്ചൊരുക്കിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു നടികർ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി നമ്മൾ നേരത്തെ അറിയിച്ചാണ്. ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം അവസാനം ഈ ഒരു സിനിമയെ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ് പറയാൻ സാധിക്കുക. ഈ വരുന്ന ഓഗസ്റ്റ് മാസം 29-ാം തീയതി 30-ാം തീയതി ഒക്കെ ആയിട്ട് നമുക്ക് ഒരു പക്ഷേ നെറ്റ്ഫ്ലിക്സ് വഴി നടികർ എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുകയായിരിക്കും. ഏകദേശം 30 കോടിയോളം ബഡ്ജറ്റ് വന്ന് പുറത്തു വന്ന ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പരാജയ ചിത്രങ്ങളൊന്നായിട്ട് മാറിയ ചിത്രമായിരുന്നു നടികർ എന്ന് പറയുന്ന സിനിമ. അതോടൊപ്പം തന്നെ ഇന്ന് രാത്രി സർപ്രൈസ് ആയിട്ട് OTT റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രഭാസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നാഗശ്വരൻ അണിയിച്ചൊരിക്കൽ ഏകദേശം 1100 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് കളക്ട് ചെയ്ത ചിത്രമാണ് കൽക്കി 2898 AD എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ സൗത്ത് ഇന്ത്യൻ റിലീസ് ഇന്ന് മിഡ് നൈറ്റ് നടക്കുന്ന അറിയിച്ചിട്ടുണ്ട്. അതായത് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലുള്ള OTT റിലീസ് ഇന്ന് മിഡ് നൈറ്റ് വഴി ആമസോൺ പ്രൈം വീഡിയോസ് വഴി റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. അതേസമയം ചിത്രത്തിന്റെ ഹിന്ദി റിലീസ് നാളെ മിഡ് നൈറ്റ് വഴി നെറ്റ്ഫ്ലിക്സ് വഴി സംഭവിക്കുന്നുള്ളൂ അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ചിത്രത്തിന്റെ OTT റിലീസ് വേണ്ടി വളരെയധികം സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുന്നത്. അപ്പൊ ഇത്തരം ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലെവൽ ക്രോസ് എന്ന് പറയുന്ന ആസിഫ് അലി, അമരാപ്പോൾ, ഷറഫുദ്ദീൻ തുടങ്ങിയവരുടെ ചിത്രത്തിന്റെ ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ ഡേറ്റ് എന്നാണ് കൺഫേം ആക്കിയിട്ടില്ല. എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ തന്നെ ഈ ചിത്രത്തിന്റെ ഡേറ്റ് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ബിജു മേനോന്, അതോടൊപ്പം തന്നെ ആസിഫ് അലി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രർക്ക് ജിസ്ജോയ് അണിയിച്ചൊരുക്കി ഈ ഒരു വർഷത്തെ ഹിറ്റ് ചിത്രമായിട്ട് മാറിയ ചിത്രമായിരുന്നു തലവൻ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയത് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. നെറ്റ്ഫ്ലിക്സ് വഴി ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 12-ാം തീയതി OTT വഴി റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പൊ നമുക്ക് ലഭ്യമായിട്ടിരിക്കുന്നത്. അപ്പൊ ഈ ചിത്രങ്ങൾ ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.